അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1386. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അൻ അബ്ദുല്ലാഹി ഇബ്നു സർജിസ് അൽ മുസനി റളിയല്ലാഹു അൻഹു അവിടുത്തെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നിശ്ചയം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അസ്സംതുൽ ഹസനു വത്തുഅദതു വൽഇഖ്തിസാദു ജുസ്ഉം മിൻ 24 ജുസ്അൻ മിനൻ നുബുവ്വ. അസ്സംതുൽ ഹസൻ, നല്ല പെരുമാറ്റം, നല്ല ഇടപെടൽ. അതുപോലെ വത്തുഅദതു, സാവകാശം ചെയ്യുക, ഒന്നിലും ധൃതി കൂട്ടാതിരിക്കുക എന്നതും വൽഇഖ്തിസാദു, മിതത്വം പാലിക്കുക, ഏതൊരു വിഷയത്തിലും മിതത്വം പാലിക്കുക. ഈ മൂന്ന് വിശേഷണങ്ങൾ ജുസ്ഉം മിൻ 24 ജുസ്അൻ മിനൻ നുബുവ്വ, അത് നുബുവ്വത്തിൻ്റെ 24 ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ അംബിയാ മുർസലുകൾക്കുള്ള അവരുടെ സ്വഭാവമാണ് ഈ മൂന്ന് ഗുണങ്ങൾ. ഈ മൂന്ന് ഗുണങ്ങൾ ഒരു നല്ല മുഅ്മിനായ മനുഷ്യനിൽ ഉണ്ടാവേണ്ട വിശേഷണങ്ങളാണ്. ഈ വിശേഷണങ്ങളുള്ളവർ അംബിയാക്കളുടെ വിശേഷണങ്ങൾ ഉൾക്കൊണ്ടവരാണ്. അസ്സംതുൽ ഹസൻ, നല്ല പെരുമാറ്റം, എല്ലാ വിഷയത്തിലും എല്ലാവരോടും നല്ല രൂപത്തിൽ ഇടപെടണം. ആരോടും എടുത്തു ചാടിക്കൊണ്ടോ അല്ലെങ്കിൽ വിദ്വേഷത്തോടെ വെറുപ്പോടുകൂടെ ഒന്നും പെരുമാറരുത്. എല്ലാവരോടും നല്ല നിലക്കുള്ള പെരുമാറ്റം, ഏതൊരു വിഷയത്തിലും നല്ല മാന്യമായ നിലക്ക് ഇടപെടുക, ഇത് നല്ല സ്വഭാവമാണ്. അതുപോലെ തന്നെയാണ് സാവകാശം ചെയ്യുക, ധൃതി കൂട്ടരുത്. അജലത്ത് മിനശ് ശൈത്വാനാണ്. ധൃതി കൂട്ടിച്ച് ഏതൊരു വിഷയവും ഒന്നും ആലോചിക്കാതെ, അതിൻ്റെ ഗുണവും ദോഷവും ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യരുത്. ഒരു കാര്യം ചെയ്യുമ്പോൾ ആലോചിച്ച് മുഷാവറ ചെയ്ത് ഖൈറാണോ ഷർറാണോ എന്നൊക്കെ നോക്കി ആലോചിച്ചാൽ ചെയ്യേണ്ടത്. എടുത്തു ചാടിയൊരു വിഷയം പെട്ടെന്ന് ചെയ്ത് അപകടം ചെയ്യും. സാവകാശം ചെയ്യണം, ധൃതി കൂട്ടരുത്. അതുപോലെ എല്ലാ വിഷയത്തിലും മിതത്വം പാലിക്കണം, അമിതമാവരുത്. ഈ മൂന്ന് ഗുണങ്ങൾ നമ്മിൽ ഉണ്ടാവണം. നാം പരിശോധിക്കുക, ഇതെന്നിലുണ്ടോ ഇല്ലേ എന്ന് നാം ഓരോരുത്തരും പരിശോധിച്ച് ഈ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരണം, ആഡ് ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇത്തരം നല്ല ഗുണങ്ങളുള്ളവരിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം.